ഇത്രയും ചലഞ്ച് ചെയ്തുകൊണ്ട് വന്നപ്പോൾ നമ്മുടെ കൂട്ടത്തിലെ ഒരു സഹോദരൻ അനിൽകുമാർ അയ്യപ്പൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരൻ കോഴിക്കോട് വെച്ച് അദ്ദേഹത്തോട് നേരിട്ട് ഒരു സംവാദം പല ആളുകൾ കൂടി ഇരുന്ന് നടത്തി. അതിൻ്റെ CD അദ്ദേഹത്തോട് ചോദിച്ചു നോക്കണം ഈസിയോട്. അറ്റർലി ഫെയിലിയർ ആയിരുന്നു. കാരണം പൗലോസിനെയും പൗലോസിന്റെ ലേഖനങ്ങളെയും വളരെ തുച്ഛീകരിച്ചുകൊണ്ട് സംസാരിച്ച ഈസയോട് നമ്മുടെ അനിൽകുമാർ അയ്യപ്പൻ ഒരൊറ്റ പറച്ചിലേ പറഞ്ഞുള്ളൂ. ഖുറാനിൽ നിന്നൊരു ആയത്ത് ഉദ്ധരിച്ചിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന വേറെ 2 പേരെയും കൂടെ ഞാൻ അയച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞത് അത് പൗലോസാണ് എന്ന് ഖുറാനികമായി അതിൻ്റെ വ്യാഖ്യാനങ്ങൾ എടുത്ത് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ വന്ന നേതാക്കന്മാർ പറഞ്ഞു, ഇവന് ഇത്ര അറിവുള്ളൂന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് പിന്മാറേണ്ടി വന്നു. അപ്പം ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന ചില കാര്യങ്ങളെ എടുത്ത് ക്രോഡീകരിച്ചും അതിനെ പെരുപ്പിച്ചും കൊണ്ട് തങ്ങൾക്ക് എന്തെല്ലാമോ അറിയാമെന്ന് വിളംബരം ചെയ്യാനുള്ളൊരു ചീപ്പ് പബ്ലിസിറ്റിയാണ് ഈ നടത്തിക്കൊണ്ട്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ജോൺസൺ അച്ഛനെ പോലുള്ള ഒരു സാന്നിധ്യത്തെ നിഷേധിച്ചുകൊണ്ട് പറയുകയല്ല, പക്ഷെ യേശുക്രിസ്തു ആണ് യഥാർത്ഥ രക്ഷകനെന്നും അവൻ മാത്രമാണ് ദൈവം എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംവാദമുഖത്തിൽ വരുമ്പോൾ അന്യമതസ്ഥരായിരിക്കുന്ന ഒരു തിരുവട്ടാർ കൃഷ്ണൻകുട്ടി ഒരു അനിൽകുമാർ അയ്യപ്പനൊക്കെ മറുപടി പറയുന്നത് ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചതായ യാഥാർത്ഥ്യവും സത്യവുമാണ് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നത്. പുള്ളിയുടെ പഴയ ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇതിന് മറുപടി പറയേണ്ട ആവശ്യം വരില്ലായിരുന്നു. അദ്ദേഹം തന്നെ അതെല്ലാം പറയുന്നത്. ഇത് ഇങ്ങനെ ഒരു സംവാദം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തുകൊണ്ടല്ലല്ലോ അവർ വന്നത്. സൗഹൃദ സംഭാഷണം കാണാൻ വന്ന എന്നുള്ള രീതിയിലാണ്. അതൊക്കെ തന്നെ ഒരു സ്ട്രാറ്റജിയാണ്. അത് ബൈബിളിലെ ഒരു വാക്യം പറയുകയാണെങ്കിൽ അത് വായിച്ച് അതിന് മറുപടി പറയാൻ വേണ്ടിയാണ് ഈസ വന്നത്, അല്ലാതെ ഇന്ന് സമ്പാദിക്കാനും ഉള്ള ഒരു ആറ്റിറ്റ്യൂഡിലല്ല നീ ഇവിടെ കണ്ടത്. ഓക്കെ, വേറെ അതിന് ശരിക്കും എൻ്റെ മനസ്സിൽ കൂടെ വരുന്നൊരു വാക്യം ഇതാണ്. പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് അറിയാതെ ചുറ്റി സഞ്ചരിക്കുന്നു. അപ്പൊ അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈസയെ എനിക്ക് ഈ ഒരു ആർട്ടിക്കിളുമായിട്ട് താരതമ്യപ്പെടുത്തി പറയാനായിട്ട് ഉള്ളത്. ലാസ്റ്റ് വന്നപ്പോ അവൻ പറഞ്ഞു, അപ്പോൾ ഇനി ഞങ്ങൾക്ക് തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാറുമായിട്ട് സംസാരിക്കാൻ സാധിക്കില്ലായിരുന്നു. തീർച്ചയായിട്ടും സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അറിയപ്പോയത്. അപ്പം എല്ലാം കൊണ്ടും ഇത്രയും നേരം നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്ന പ്രിയപ്പെട്ട ക്രിസ്റ്റിനോടും ആൻജിയോടും അതേപോലെ തന്നെ നമ്മളോട് ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് എത്രത്തോളം ആങ്കിള് നമ്മൾ പറഞ്ഞെല്ലാം നമ്മൾ ഇന്നാൾ ആക്ഷേപിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ സംഭാഷണം നിർത്താനുണ്ട്. ഈസോയ്ക്കാണ് എന്നെ കൊണ്ട് ഇത് പറയിക്കണമെന്ന്. കാരണം അദ്ദേഹത്തിന് ഭയങ്കര വേദനയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലാണല്ലോ ഇപ്പൊ ഇനിയും MM അക്ബർ സാഹിബ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹമായിരിക്കും കേരളത്തിലെ മുസ്ലിംസിനെ രക്ഷിക്കാനായിട്ടുള്ള പ്രവാചകന്റെ അനുയായി. അതുകൊണ്ടുള്ള വേദന ആയിരിക്കാം. ഓക്കെ, ഇനി അദ്ദേഹം ഇത് പറഞ്ഞാൽ ക്രൈസ്തവർ എന്നെ അംഗീകരിക്കില്ല. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, അങ്കിളിനെ അറിയാവുന്നതുകൊണ്ട് ആരുടെയും കയ്യടി നേടാൻ വേണ്ടി ഒരു കാര്യവും പറയുന്നവരാണ്. ഉള്ള കാര്യം ഉള്ളതുപോലെ ഉള്ളപ്പോൾ മുഖത്ത് നോക്കി പറയുന്നവരാണ്. അങ്ങനെയുള്ളൊരു പ്രാകൃതമുള്ളവൻ ഈ പറഞ്ഞ വാചകം ശരിയാണെന്ന് എനിക്ക് വിശ്വാസമില്ല. ആന്റി അങ്ങനെ വല്ലതും അല്ല സഹോദരന്മാരെ, പുള്ളിക്കാരൻ ഇത്രത്തോളം ഒന്നും അവരോട് സംസാരിച്ചിട്ടില്ല. ഇതുപോലുള്ള ഒരു സംഭാഷണം അവരെന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചു. അതിനൊന്നും ഞങ്ങൾ ആരും പ്രതികരിച്ചില്ല. കാരണം പ്രതികരിക്കത്തക്ക നിലയിലുള്ള ഒരു ആരോഗ്യ നിലയിലല്ലായിരുന്നു പുള്ളി. ഇപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം പുള്ളി അവരോടൊന്നും ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അവരെന്തൊക്കെയോ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു എന്നുള്ളതല്ലാതെ പരസ്പരം. അടുത്തത് കുടുംബത്തെ കൂടെ ബന്ധപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു സംഭാഷണം ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ക്രിസ്തും ആന്റിയും കൂടെ അതിന് മറുപടി പറയാനായിട്ട് ശ്രമിക്കുമല്ലോ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹം ഇത് പറഞ്ഞാൽ ക്രൈസ്തവർ എന്നെ അംഗീകരിക്കില്ലെങ്കിലും എനിക്ക് പഴയ നിയമത്തോട് താല്പര്യമില്ലെന്ന് എന്നെ അറിയുന്നവർക്കെല്ലാം അറിയാവുന്നതാണ്. ഇത് ഞാൻ തുറന്നെഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ധാർമ്മികനായ യേശുവിനെ മാത്രമേ താങ്കൾ കാണുന്നുള്ളൂ. അദ്ദേഹം അതെ ഞങ്ങൾ. എങ്കിൽ ഒരു ചോദ്യം, യേശു ധാർമ്മികനാണെന്നും യഹോവ അധാർമികനെന്നും താങ്കൾ പറഞ്ഞല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ യഹോവയും യേശുവും ഒന്നാണെന്ന് സാർ വിശ്വസിക്കുന്നില്ലേ? അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹവും കുടുംബവും ഒരു നിമിഷത്തേക്ക് സ്തബ്ധരായിരുന്നു പോയി. അപ്പം അങ്ങനെ വല്ല സ്തബ്ധത വല്ലോ തോന്നിയില്ല. നമുക്ക്
വ്യക്തമായി അതിനെപ്പറ്റി അവബോധം ഉള്ളത് കൊണ്ട് ശബ്ദരാകേണ്ട കാര്യമില്ല. ഇല്ല. അപ്പൊ പിന്നെ വാസ്തവത്തിൽ ഈ ഈസയ്ക്ക് ആളുകളുടെ സ്തബ്ധത എന്താണെന്നും മറുപടി എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു ഇന്റർവ്യൂവർ ആയിരുന്നു എന്ന് വിചാരിക്കേണ്ടത്. അദ്ദേഹത്തിന് ഇതുപോലൊരു ആർട്ടിക്കിൾ എഴുതണമെന്ന് ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട് ഇവിടെ ഒരു ഇന്റർവ്യൂവിന് വന്നു. അത് പുള്ളിയുടെ ആശയങ്ങൾ പുള്ളി അതുപോലെ എഴുതിയെന്നുള്ളതുള്ളൂ. ഇവിടെ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല. പുള്ളിക്കാരന് ഇതിനുള്ള ആരോഗ്യവും ഇല്ലായിരുന്നു. ഇവര് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ സംസാരിച്ച് പുള്ളി അത് കേട്ടു. അതിനൊന്നും മറുപടി പുള്ളി പറഞ്ഞിട്ടില്ല. പുള്ളി ഒരു വാക്ക് മാത്രം പറഞ്ഞു. നിർബന്ധബുദ്ധി മനസ്സിലാണെങ്കിൽ ഒരുപക്ഷെ ഈസ ഒരു 30-40 തവണയെങ്കിലും എന്നെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടെ വരാനും പപ്പയും കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് മറുപടി പറയിക്കാനും, ഇനി പപ്പയ്ക്ക് സാധിച്ചില്ലെങ്കിൽ വേണ്ട ക്രിസ്തെങ്കിലും അവനൊരു മറുപടി പറയാനും പറഞ്ഞിട്ട് ഈസ പലതവണ ഒരു 30 തവണയെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പപ്പയും ഞാനും അതിന് മുതിരില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പരിചയമുള്ള ആരെ കൊണ്ടെങ്കിലും മറുപടി പറയിക്കാൻ ഈസയ്ക്ക് എന്തോ ഒരു വല്ലാത്തൊരു വ്യഗ്രതയായിരുന്നു ഈസയ്ക്ക്. അപ്പൊ അതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആശയപരമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് സ്ഥാപിക്കുന്നതിനുപരിയായിട്ട് എന്തോ ഒരു നിർബന്ധ ബുദ്ധിന്റെ പേരെടുക്കൽ. അത് നേരത്തെ ക്രിസ്തു പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. കാരണം ഇസ്ലാം സമൂഹത്തിൽ അദ്ദേഹത്തിനൊരു ഫേസ്, ഒരു മുഖം ഉണ്ടാക്കണം എന്നുള്ളൊരു കൊതിയായിരിക്കാം ഒരു പക്ഷേ. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ രണ്ടൊക്കെ ക്രിസ്ത്യാനികളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിരുന്നപ്പോൾ ഈസ സംസാരിക്കുകയും വളരെ ബാലിശമായിട്ടുള്ള 1-2 പോയിന്റുകൾ പറയും. കൂടെ വന്നിരിക്കുന്നവരെ നോക്കി പരസ്പരം ഒരു സർക്യാസം മുഖത്ത് പാസ് ചെയ്യുകയും ചെയ്തിരുന്നു. സർക്യാസം എന്ന് പറഞ്ഞ ഒരു പരിഹാസം. അപ്പൊ തന്നെ ഞാൻ ഈസയോട് പറഞ്ഞു, ഈസ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇത് അതെന്താണെന്നുള്ള ഓർക്കുന്നുണ്ടോ? അല്ല, ഈസ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കും. പപ്പയ്ക്ക് ഞാൻ പറയില്ല, പലപ്പോഴും ആ വാക്കുകൾ പോലും ആരോഗ്യ പ്രശ്നം കൊണ്ട് പലപ്പോഴും ആ വാക്കുകൾ പോലും പുറത്തോട്ട് വരാത്ത ഒരു സാഹചര്യത്തില് പപ്പയെ കൊണ്ട് മറുപടി പറയാൻ സാധിച്ചില്ലല്ലോ. ചോദ്യം കൊണ്ട് ഉത്തരം. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു തലനാട ലെവലിലേക്ക് ഒരു സംഭാഷണത്തിന് ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല, അതിന് തയ്യാറല്ല ഈസ എന്ന് ഒന്നിലധികം പ്രാവശ്യം പറയുന്നുണ്ടായി. ഇനി താഴോട്ട് അദ്ദേഹം കുടുംബം ഒരു നിമിഷത്തേക്ക് സ്വന്തരായിരുന്നു പോയി എന്ത് മറുപടി പറയണമെന്നറിയാതെ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ശേഷം വരുന്ന ചോദ്യങ്ങൾ ഊഹിച്ച് അല്പസമയം പിന്നീട് രണ്ടും കൽപ്പിച്ച് അദ്ദേഹം മറുപടി പറഞ്ഞു. ഇതൊരു വലിയ പ്രശ്നമാണ്. ചിലപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ക്രൈസ്തവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകുകയില്ല. യേശുവും യഹോവയും ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം യേശുവും യഹോവയും അവരുടെ അധ്യാപനങ്ങൾ കൊണ്ട് വളരെയധികം വ്യത്യസ്തരാണ്. എനിക്ക് ഒരിക്കലും യഹോവയെ പരിപൂർണമായി ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. ഞാൻ പഠിച്ചതും സ്നേഹിച്ചതും പ്രസംഗിച്ചതുമെല്ലാം പുതിയ നിയമത്തിലെ യേശുവിനെയാണ്. ഓക്കെ, അതായിരുന്നു അങ്കിളിന്റെ മറുപടി. അങ്കിൾ അങ്ങനെ ഒരു മറുപടി പറഞ്ഞോ? പപ്പ ഇങ്ങനെ പറഞ്ഞത് ഒരു വാർത്ത പപ്പ ഇങ്ങനെ പറഞ്ഞത് പഴയ നിയമത്തിൽ അധികം റെഫറൻസുകൾ ഞാൻ എടുക്കാറില്ല പൊതുവെ എന്റെ പ്രസംഗം മധ്യേ. അധികം റെഫറൻസ് എടുക്കാറില്ലെന്നേ പറഞ്ഞു. പഴയ നിയമത്തിലെ ഉദാഹരണങ്ങളും കഥകളും ഒന്നും ഞാൻ എന്റെ പ്രസംഗം മധ്യയോ സംഭാഷണം മധ്യയോ ഞാൻ അധികം കൊണ്ടുവരാറില്ല. യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം അതെപ്പോഴും മുന്നിട്ട് നിന്നിരുന്നു എന്നുള്ളൊരു വാക്കും പപ്പ പറഞ്ഞു. ദൈവമായിരിക്കുകയും യേശുക്രിസ്തുവിനെ അങ്ങനെയുള്ള ഒരു ഔട്ട്ലൈൻ നമുക്ക് അതിനകത്ത് വരച്ചെടുക്കാൻ സാധിക്കില്ല. കാരണം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ക്ലാസ് എടുക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും ഒക്കെ പറയാറുണ്ട്, എനിക്ക് പഴയ നിയമത്തിൽ നിന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് ധാരാളം പ്രസംഗിക്കാൻ വിഷയങ്ങൾ പുതിയ നിയമത്തിലുണ്ടല്ലോ. നമ്മൾ പഴയ നിയമ കാലഘട്ടത്തിലല്ല ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ ഉയർത്തുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. എനിക്ക് മറ്റു കഥകൾ പറയുന്നതോട് താല്പര്യമില്ലാന്ന് ഇവിടെ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും അതുപോലെ അതിന്റെ അർത്ഥം പഴയ നിയമത്തെ നിരാകരിച്ചെന്നോ യഹോവയാം ദൈവം അന്യദൈവമാണെന്നോ അർത്ഥത്തിലല്ല. അല്ല, ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് തന്നെയാണ് അല്ലെ. അത് ചർച്ചിലൊക്കെ പ്രസംഗിക്കുമ്പോൾ പുള്ളി പറയാനുള്ള കാര്യം, ക്ലാസ്സിൽ പറയാനുള്ള കാര്യം. പഴയ നിയമം ആവശ്യമാണ്. ആ പഴയ നിയമത്തെ ആ ഭാഗത്ത് ഊന്നി പറഞ്ഞുകൊണ്ടാണ് ബൈബിളിന്റെ ചരിത്ര യാഥാർത്ഥ്യം പുതിയ നിയമത്തിൽ വ്യക്തമാകുന്നത്. കാരണം പഴയ നിയമം ഇല്ലെങ്കിൽ പുതിയ നിയമം ഇല്ലല്ലോ. പുള്ളി എഴുതിയ പുസ്തകം പുതിയ നിയമത്തിന്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ടല്ലോ. അത് പഴയ നിയമത്തിന്റെ ചരിത്ര പശ്ചാത്തലം അല്ലേ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് സത്യത്തില് പഴയ നിയമ പുതിയ നിയമത്തിന്റെ നിഴലും പുതിയ നിയമം പഴയ നിയമത്തിന്റെ പൊരുളുമാണ് അല്ലെ. അത് അങ്ങള് ആ വിധത്തിൽ തന്നെ എല്ലായിടത്തും പ്രസംഗിച്ചുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. പുള്ളി ഇവിടെ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ചരിത്ര പശ്ചാത്തലം. ആ പുസ്തകം പഴയ ചരിത്ര പശ്ചാത്തലം. അപ്പം പുള്ളി പ്രസംഗിക്കുമ്പോഴൊക്കെ സാധാരണ
ഇപ്പൊ നമ്മൾ ഇത്രയും പേരിൽ സംസാരിച്ച ഈ കാര്യങ്ങള് ഇതുപോലെ ഒരു ഇന്റർവ്യൂവിന്റെ ആവശ്യമില്ലായിരുന്നു. പുള്ളിക്ക് ആരോഗ്യമുള്ള സമയമായിരുന്നെങ്കിൽ പൊതുവേദിയിൽ നിന്ന് പുള്ളി ഇതിന് മറുപടി പറഞ്ഞാൽ. അതിന് ആരോഗ്യമില്ലാതെ പോയി എന്നുള്ളത് നമുക്ക് സ്വാഭാവികമാണ്. ആ പുസ്തകത്തിന് നമ്മളെ കഴമ്പുണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈസയുടെ പുസ്തകത്തില് കാര്യം എം എം ബക്കൂർ പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ടായിരുന്നു, അതിന് മറുപടി പറയണമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് വാദമുഖത്തിൽ വന്നത്. ക്രിസ്ത്യാനിയായിരുന്നിട്ട് അതെ മുസ്ലിമായി വന്നത്. അപ്പോൾ മുസ്ലിമിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം കാരണം അവരുടെ നിലനിൽപ്പിന്റെ ഒരു ഭാഗമാണ്. അവർ വാങ്ങിക്കുന്ന തുകയോട് അവർ കൂറ് പുലർത്തുന്നു എന്ന് മാത്രം. അതുകൊണ്ട് അത് ഞാൻ പറയില്ല, അങ്ങനെ ഒരു മറുപടി പറയത്തക്ക ഒന്നും ആ പുസ്തകത്തിനില്ല. ഞാൻ പറഞ്ഞല്ലോ ഈപ്പച്ചായൻ തന്നെ സാധാരണ നമുക്ക് മറുപടി പറയേണ്ടത് അവനല്ല. അനേക ദൈവമക്കൾ ഇത് വായിച്ച് ദുഃഖിച്ച് സങ്കടപ്പെടുന്നുണ്ട്. അവർക്കൊരാശ്വാസത്തിന് വേണ്ടി മറുപടി പറയാം. അവർ കേട്ടപ്പോൾ ഒരു പക്ഷെങ്കിൽ ഇതൊരു ഞെട്ടലുളവാക്കിയിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചോ എന്നുള്ളൊരു ചോദ്യം, ന്യായമായ ചോദ്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ കള്ളം പറയുന്നവരെ പറയുന്നത് ഇത് കള്ളമാണെന്ന് പറഞ്ഞിട്ടല്ലല്ലോ. കള്ളനോട്ടും നല്ല നോട്ടും ലോകത്തിൽ വരുമ്പോൾ കള്ളനോട്ട് വരുന്നത് നല്ല നോട്ടിന്റെ അതേ രൂപത്തിലും ഭാവത്തിലുമാണ്. അപ്പൊ അത് കാണുമ്പോൾ സാധാരണപ്പെട്ട ആളുകൾ പെട്ടെന്ന് ഇത് നല്ല നോട്ടായിരിക്കും എന്ന് വിചാരിക്കും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. കള്ളനാണയമായിരിക്കുന്ന ഈസാ മുഹമ്മദ് എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങൾ ആളുകൾ പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചോ എന്നോടും ചിലരൊക്കെ വിളിച്ചു ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണോ എന്ന് നേരിട്ട് തന്നെ നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ അതിനുള്ള വേദി ഒരുക്കി തരാം. ഞങ്ങളെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. അവർ ഇത്രയും വലിയ കള്ളത്തരങ്ങൾ കേട്ട് അവരാകെ മാനസികമായി തകർന്നു പോയല്ലോ എന്നുള്ള പ്രയാസം മാത്രമേ ഉള്ളൂ. പ്രിയ സഹോദരന്മാരെ, ഇത്രയും സമയം നാം ഇവിടെ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ബൈബിൾ എന്ന് പറയുന്നു എന്നുള്ളത് എന്നൊക്കെ ഞാൻ കഴിഞ്ഞ കാലത്ത് പ്രസംഗിച്ചു, അതേ വിശ്വാസത്തിൽ തന്നെയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഈസായ ഇപ്പോൾ പറയുന്ന ആരോപണങ്ങളൊന്നും എൻ്റെ പക്ഷത്തിൽ നിന്നുള്ളതല്ല. ഈസ ഇപ്പോഴും അവരുടെ ഇടയിൽ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി എൻ്റെ പേര് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ദയവായിട്ട് ഈസയുടെ കള്ളപ്രചരണങ്ങൾ നിങ്ങൾ വിശ്വസിക്കരുത്. എനിക്ക് യാതൊരു വിധമായ വിശ്വാസ വൈപരീത്യവും ഉണ്ടായിട്ടില്ല. ദൈവത്തെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നു. തിരുവഴുത്തിനെ സംബന്ധിച്ചാണെങ്കിൽ 66 ഗ്രന്ഥങ്ങൾ ചേർന്ന പരിശുദ്ധ ബൈബിൾ ഞാൻ വിശ്വസിക്കുന്നു, അതുപോലെ വിശ്വസിക്കുന്നു. പിന്നെ പൗലോസ് പറഞ്ഞതുപോലെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി രക്ഷിക്കപ്പെട്ടിരിക്കുന്നുള്ള പ്രത്യാശയാണ് എനിക്കുള്ളത്. ഇപ്പം ഈ സമയം അല്ലായിരുന്നു എൻ്റെ ആരോഗ്യമുള്ള കാലത്തായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഈസായെ വെല്ലുവിളിച്ച് പരസ്യമായിട്ട് ഈ കാര്യം പറയുമായിരുന്നു. ഇപ്പോൾ എൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണ് ഈ തർക്കത്തിൽ എന്നെ മുതലെടുക്കാൻ വിചാരിക്കുന്നത്. പാവം ഈസ. അപ്പം പിന്നെ നമുക്കൊരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. കർത്താവിൻ്റെ വചനം തൻ്റെ മക്കൾക്ക് തന്നിരിക്കുന്നത് നിത്യമായിട്ടുള്ളതും പരിശുദ്ധമായിട്ടുള്ളതുമാണ്. അത് അങ്കിൾ ഓർപ്പിച്ചതുപോലെ 66 പുസ്തകങ്ങൾ അടക്കിയിരിക്കുന്ന സമ്പൂർണ്ണ ബൈബിളാണ്. ആ സമ്പൂർണ്ണ ബൈബിളിൽ അങ്കിൾ ഇന്നും അടിയുറച്ച് വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന് മാറ്റമുണ്ടായിട്ടില്ല. പഴയ നിയമത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. യഹോവയാം ദൈവം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ലും 48-ലും ഒക്കെ നമ്മൾ വായിക്കുന്ന പോലെ ഇപ്പോഴോ യഹോവയായ ദൈവം എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നെന്ന് പറയുമ്പോൾ തൃത്വവിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന പിതാവാം യഹോവ, പുത്രനാം യഹോവ, പരിശുദ്ധാത്മാവാം യഹോവ, ആ ത്രിയേക ദൈവത്തിന്റെ വിശ്വാസത്തിൽ തന്നെ ഇന്നും തിരുവട്ടാർ കൃഷ്ണൻകുട്ടി നിൽക്കുന്നു എന്ന് ഈ ഓഗസ്റ്റ് മാസം 13-ാം തീയതി നിങ്ങൾക്ക് വേണ്ടി ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് മുമ്പാകെ അത് ഉറപ്പിച്ചു പറയുന്നു. ഇത് കേൾക്കുന്ന, അറിയുന്ന ദൈവമക്കളെ, നിങ്ങൾ ഓർത്തുകൊള്ളുക, പിശാച് എങ്ങനെയും നിങ്ങളെ തെറ്റിക്കാൻ വരും. അതുകൊണ്ട് നാം ജാഗ്രതയുള്ളവരായിരിക്കുക. ആ പിശാച് ഒരു പക്ഷെങ്കിൽ ഈസാ മുഹമ്മദിന്റെ രൂപത്തിലുമാകാൻ വരുന്നത്. അതുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഈ കാര്യങ്ങളെ കുറിച്ചുണ്ടെങ്കിൽ മുസ്ലിം സഹോദരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന യാഥാർത്ഥ്യങ്ങളെ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഈസയെ പോലെയുള്ള ആളുകൾ, ഈസാ മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ നിങ്ങളെ വഴിതെറ്റിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അക്ഷരം പ്രതി അംഗീകരിക്കരുത്. അത് പരിശോധിക്കുക. പരിശോധിച്ചിട്ട് ഇനി അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളുകളൊക്കെ ഇനി പരസ്യപ്പെടുത്താവൂ. ഇല്ലെങ്കിൽ നാളുകൾ ചിലപ്പോൾ നിങ്ങളും കോടതിയിൽ കയറേണ്ടി വരും. അതുണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവമായ കർത്താവ് നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള നന്മകളും ആത്മീയമായിട്ടുള്ള ബലവും തരട്ടെ. ഇപ്പോൾ തിരുവട്ടാരങ്ങളെ പ്രാർത്ഥിച്ച്
ഈ സംഭാഷണം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കൃപാനിധിയുമായ ഞങ്ങളുടെ പ്രിയ പിതാവായ ദൈവമേ, യേശു അവിടുത്തെ ധന്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ ആമേൻ. എളിവരായ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയെ സമീപിക്കുന്നു. യേശു കർത്താവെ, അങ്ങയുടെ മഹത്തായ സുവിശേഷ നിമിത്തം ആയിരങ്ങൾ നിത്യജീവൻ ലഭിച്ച് അനന്തതയുടെ പങ്കാളികളായിത്തീരുന്ന അഭൂതപൂർവമായ കാഴ്ച ഇന്ന് നിലനിൽക്കുന്നതിനായി സ്തോത്രം. കരുണയുള്ള കർത്താവ്, യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചതിനായും അവനെ കാൽവരിയിലേക്ക് ക്രൂശിൽ തറച്ച് അവൻ്റെ പാപപരിഹാര ബലിയാൽ ഞങ്ങൾക്ക് പാപമോചനം ലഭിക്കത്തക്ക വിധം അവിടുന്ന് സുവിശേഷം വ്യാപിപ്പിക്കുന്നതിനായി നിന്നെ സ്തുതിക്കുന്നു. കരുണയുള്ള കർത്താവെ, ഞങ്ങളുടെ എതിരാളികളായ മറ്റുള്ളവർ പോലും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുന്നവരായി തീരുവാൻ സഹായിക്കണമേ. അവരെ ഞങ്ങൾ ആർക്കും ഒരിക്കലും ശപിക്കാൻ അനുവാദമില്ല. ശപിക്കരുതെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. കർത്താവെ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാതെയാണ് പലപ്പോഴും പ്രവർത്തിക്കുന്നത്. എന്നെയുള്ള കർത്താവെ, അവരോടെല്ലാം ക്ഷമിക്കണമേ. ഒരു നാമത്തെ എല്ലാവരും മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.